ഗ്രീൻ സ്ക്രീൻ ചെറിയ ചെറിയ യൂട്യൂബ് ചാനൽ തൊട്ട് വലിയ വലിയ VFX സ്റ്റുഡിയോസ് വരെ ഉപയോഗിക്കുന്ന VFXൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സംഭവം. ഗ്രീൻ സ്ക്രീൻ സാധാരണ യൂസ് ചെയ്യുന്നത് ബാക്ക്ഗ്രൗണ്ട് കളയാനാണ്. ഇപ്പോഴത്തെ കാലത്ത് ഗ്രീൻ സ്ക്രീൻ യൂസ് ചെയ്യുന്നത് ഭയങ്കര സിമ്പിളാണ്. അത് ഏതെങ്കിലും ഒരു പച്ച തുണിയുടെ പിന്നിൽ പോവുക, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കളർ യൂസ് ചെയ്യുക. അതിനുശേഷം ഏതെങ്കിലും ഗ്രീൻ സ്ക്രീൻ റിമൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്പിൽ കയറുക. അതിനുശേഷം ഗ്രീൻ സ്ക്രീൻ എടുത്ത് കളയാം. പരിപാടി കഴിഞ്ഞു. നമ്മുടെ സ്കിൻ കളറായിട്ട് യാതൊരു കണക്ഷനും ഇല്ലാത്തൊരു കളറാണ് ഗ്രീൻ. അതുകൊണ്ടാണ് മിക്ക ഫിലിംസിലും ഗ്രീൻ സ്ക്രീൻ യൂസ് ചെയ്യുന്നത്. ഇന്ന് വെച്ച് ബാക്കി കളേഴ്സ് ഒന്നും മാച്ച് കളയാൻ പറ്റില്ല എന്നില്ല. ഇപ്പോൾ ഈ പിന്നിലുള്ള വൈറ്റ് മാച്ച് കളഞ്ഞു കഴിഞ്ഞാൽ മുടിയൊക്കെ കണ്ട അതൊക്കെ പോയിണ്ടാവും. ബ്ലൂ മാച്ച് കളഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഷർട്ടിൻ്റെ കളറൊക്കെ ഇങ്ങനെ മാറ്റി കളിക്കാൻ പറ്റും. ഇപ്പോൾ ഞാൻ ചെയ്തതിന് ടെക്നിക്കലി പറയുന്ന പേരാണ് ക്രോമ കീയിങ്. ക്രോമ എന്ന് പറയുന്ന കളർ, കീയിങ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു എലമെൻറ്റിനെ വേറൊരു സംഭവത്തിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത് മാറ്റുന്നതാണ്. ഇത്ര നേരം ഞാൻ പറഞ്ഞത് നമ്മളിപ്പോൾ സാധാരണ യൂസ് ചെയ്യുന്ന സംഭവങ്ങളാണ്. പക്ഷെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിലിംസിൻ്റെ കാലത്ത് എങ്ങനെ അവർ ഗ്രീൻ സ്ക്രീൻ യൂസ് ചെയ്ത് നിങ്ങൾക്ക് അറിയാം. ഫ്യൂച്ചറിൽ എങ്ങനെയായിരിക്കും? വർഷം 1898 കോർഷ്യൻ ബ്രദേഴ്സ് എന്ന് പറയുന്ന സിനിമ പുറത്തിറക്കി. ആ സിനിമയിലൂടെയാണ് ആദ്യമായിട്ട് ഒപ്റ്റിക്കൽ കമ്പോസിറ്റിംഗ് എന്ന് പറഞ്ഞൊരു സംഭവം പുതിയതായിട്ട് പുറത്തിറങ്ങിയത്. ഇതെന്ന് പറയുന്നത് ഏകദേശം ഒരു ഇല്യൂഷൻ പോലെയാണ്. ഏകദേശം ഇമ്പോസിബിൾ ആണ് ഓടുന്നൊരു ട്രെയിനിൻ്റെ അകത്തുള്ള ഒരു ഷോട്ട് കൊണ്ടുവരാന്നുള്ളത്. അതിന് അവർ യൂസ് ചെയ്തൊരു മെത്തേഡാണ് വൈറ്റ് മാറ്റ് മെത്തേഡ്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് അവർ ഉപയോഗിച്ചത് ഗ്രീൻ സ്ക്രീന് പകരം ബ്ലാക്ക് സ്ക്രീനാണ്. ഈ ബ്ലാക്ക് സ്ക്രീനിൻ്റെ മുന്നിൽ അവർ സബ്ജക്റ്റിനെ നിർത്തും. അതിനുശേഷം കോൺട്രാസ്റ്റ് കൂട്ടും. അപ്പോൾ അവർക്ക് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് മാറ്റ് കിട്ടും. അതിനുശേഷം അവർ ബാക്ക്ഗ്രൗണ്ട് മാറ്റും. അവരെന്നിട്ട് സബ്ജക്റ്റിനെ റീപ്ലേസ് ചെയ്യും. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, എന്നാലും ഇങ്ങനെയാണ് അവർ ചെയ്തത്. കിങ്കോങ് എന്ന് പറഞ്ഞ സിനിമ റിലീസായി. അന്ന് ആ സിനിമ അതുകൊണ്ട് ഒരു വലിയൊരു അത്ഭുതം തന്നെയാണ്. അതായത് സ്റ്റോപ്പ് മോഷനും ലൈവ് ആക്ഷനും തമ്മിൽ മെർജ് ചെയ്തിട്ടാണ് ആ സിനിമ പുറത്തിറങ്ങിയത്. അതായത് ഇപ്പോൾ എക്സാമ്പിളായിട്ട് എൻ്റെ സൈഡിൽ ഒരു കാറുണ്ട്. ആ കാറിനെ ഞാൻ സ്റ്റോപ്പ് മോഷൻ വെച്ചിട്ട് അനക്കാൻ പോവാണ്. അപ്പോൾ അതാണ് സ്റ്റോപ്പ് മോഷൻ. ഈ സിനിമയിൽ അവർ യൂസ് ചെയ്തത് ഡണ്ണിങ് പ്രോസസ്സ് എന്ന് പറഞ്ഞൊരു ടെക്നിക്കാണ്. ഈ ടെക്നിക്കിൽ അവർ യൂസ് ചെയ്യുന്നത് ബ്ലൂ സ്ക്രീനാണ്. സബ്ജക്റ്റിൻ്റെ കളർ എന്ന് പറയുന്നതാണെങ്കിൽ മഞ്ഞയായിരിക്കും. മേക്കപ്പ് വെച്ച് അങ്ങനെ ആക്കും. അത് ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കുമ്പോൾ നമ്മുടെ യെല്ലോ എന്ന് പറയുന്നത് വൈറ്റും ബ്ലൂ എന്ന് പറയുന്നത് ബ്ലാക്കും ആയി മാറും. അതാണ് അവർ ഈ ടെക്നിക്കിൽ കൂടെ ചെയ്തത്. അതിനുശേഷം മുമ്പ് വൈറ്റ് മാറ്റ് ടെക്നിക്ക് ചെയ്തതുപോലെ തന്നെ ചെയ്യും. ഈ ടെക്നിക്കിന്റെ ഗുണം എന്ന് പറയുന്നത് കോൺട്രാസ്റ്റ് കൂട്ടുകയും കുറയ്ക്കുകയും വേണ്ട. ഇതിനൊരു കുഴപ്പമുണ്ട്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിലിംസിൽ മാത്രമേ ഇത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. 1964 മേരി പോപ്പിൻസ് എന്ന് പറഞ്ഞ സിനിമയിലൂടെ ആദ്യമായിട്ട് പെട്രോ വാൽഹോസ് എന്ന് പറഞ്ഞ ഡയറക്ടർ നിറത്തിലുള്ള ഫാബ്രിക് കമ്പ്യൂട്ടറിനോട് ഇലക്ട്രോണിക്കലി മാച്ചാണ്. അങ്ങനെ ആദ്യമായിട്ട് ഒരു ഫിലിമിൽ ക്രോമാക്കി എന്ന് പറയുന്ന ടെക്നിക്ക് യൂസ് ചെയ്തു. പക്ഷെ അന്നത്തെ കാലത്ത് അവർ യൂസ് ചെയ്തത് ബ്ലൂ സ്ക്രീനാണ്. അതിനുശേഷം പുറത്തിറങ്ങിയ സ്റ്റാർ വാർസ് എന്ന് പറഞ്ഞ സിനിമയിലും ജുറാസിക് പാർക്ക് എന്ന് പറഞ്ഞ സിനിമയിലും ബ്ലൂ സ്ക്രീൻസ് ആണ് യൂസ് ചെയ്തത്. അതിനുശേഷം പുറത്തിറങ്ങിയ ലോർഡ് ഓഫ് ദ റിങ്സ് എന്ന് പറഞ്ഞ സിനിമയെ കൂടെയാണ് പീറ്റർ ജാക്സൺ ആദ്യമായിട്ട് ഗ്രീൻ സ്ക്രീൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതിനുശേഷം ജെയിംസ് ക്യാമറോൺ, പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, 2009 അവതാർ പുറത്തിറങ്ങി. അതെന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി മോഷൻ ക്യാപ്ചർ ടെക്നോളജിയിൽ പുറത്തിറങ്ങിയ ഒരു സിനിമയാണ്. VFXനെ കുറിച്ച് കംപ്ലീറ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. അത് കാണണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതിനുശേഷം 2019 ഡിസ്നിയുടെ മാൻഡലോറിയൻ എന്ന് പറഞ്ഞ സീരീസ് പുറത്തിറങ്ങി. ആ സീരീസിലാണ് കംപ്ലീറ്റ് ആയിട്ട് വിർച്വൽ പ്രൊഡക്ഷൻ ടെക്നോളജി എന്ന് പറയുന്ന ഒരു പുതിയ
ടെക്നിക്ക് പുറത്തിറങ്ങിയത്. ഇതെന്ന് പറയുന്നത് ആൾക്കാരുടെ ബാക്കിൽ ലൈവായിട്ട് ബാക്ക്ഗ്രൗണ്ട് മാറ്റാൻ പറ്റും. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലവർ LED സ്ക്രീനിൻ്റെ മുന്നിലായിരിക്കും സബ്ജക്റ്റിനെ നിർത്താം. അതിനുശേഷം ക്യാമറ കമ്പ്യൂട്ടർ വെച്ചിട്ട് അനക്കും. ഗ്രീൻ സ്ക്രീനിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ലൈറ്റിങ്ങിലുള്ള ഡിഫറൻസ് ആണ്. പക്ഷേ വിർച്വൽ പ്രൊഡക്ഷനിൽ ആ പ്രശ്നമില്ല. ആദ്യമായിട്ട് വിർച്വൽ പ്രൊഡക്ഷൻ ടെക്നോളജി യൂസ് ചെയ്യുന്ന ഇന്ത്യൻ സിനിമ എന്ന് പറയുന്നത് മലയാളത്തിൽ ഈ പുറത്തിറങ്ങാൻ പോണ കത്തനാട് എന്ന് പറയുന്ന സിനിമയാണ്. 2019 ChatGPT പുറത്തിറങ്ങുന്നത്. എല്ലാവർക്കും അത് മനസ്സിലായത് 2021 അതിനുശേഷം അവിടുന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു മുന്നേറ്റമാണ് നമ്മൾ കണ്ടത്. ഇപ്പം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു വീഡിയോയ്ക്കും ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാൻ പറ്റും. ഗ്രീൻ സ്ക്രീൻ കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ആയി പോകുന്നതെന്ന് തോന്നണില്ല. പക്ഷെ അതിൻ്റെ യൂസ് എന്തായാലും കുറഞ്ഞു വരും. ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല. താങ്ക്സ് ഫോർ വാച്ചിങ്.